പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് വാഹനം കൊടുത്തുവിടുന്നത് മാതാപിതാക്കളുടെ മാത്രം തെറ്റാണ്. പിന്നീട് അവർ വലിയ രീതിയിൽ കണ്ണീര് കുടിക്കേണ്ടി വരും. പൂനെയിൽ ആഡംബര കാറിടിച്ച് 2 IT ജീവനക്കാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ വാഹനമോടിച്ച 17-കാരനെയും പിതാവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ മുത്തച്ഛനും പിടിയിലായിരിക്കുകയാണ്. വാഹനമോടിച്ചത് താനാണെന്ന് പറയാൻ പ്രതിയുടെ മുത്തച്ഛൻ നിർബന്ധിച്ചുവെന്ന കുടുംബ ഡ്രൈവറുടെ പരാതിയിലാണ് അറസ്റ്റ്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് മദ്യലഹരിയിൽ 17-കാരനോടിച്ച പോർഷെ കാറിടിച്ച് 2 IT ജീവനക്കാർ മരിച്ചത്. പിന്നാലെ പ്രതിക്ക് അതിവേഗം ലഭിച്ച ജാമ്യവും ജാമ്യ വ്യവസ്ഥകളും വിവാദത്തിനിടയാക്കിയിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ 2:15ഓടെയാണ് ആഡംബര കാറിടിച്ച് പൂനെയിൽ ബൈക്ക് യാത്രികരായ 2 യുവ എഞ്ചിനീയർമാർക്ക് ദാരുണാന്ത്യം സംഭവിച്ചത്. ആ കേസിൽ കാറോടിച്ച 17-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും 15 മണിക്കൂറിനുള്ളിൽ പ്രതിക്ക് പോലീസ് ജാമ്യം അനുവദിച്ചിരുന്നു. ഇത് വലിയ വിവാദത്തിലായതോടെ ജാമ്യം റദ്ദാക്കുകയും ചെയ്തിരുന്നു. കേസുമായി ബന്ധപ്പെട്ട പബ് മാനേജർ, പബ് ഉടമ, 17-കാരന്റെ പിതാവ് എന്നിവരാണ് പിടിയിലായിട്ടുള്ളത്. പബ് അടച്ചുപൂട്ടി. ഇതിനുശേഷമാണ് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിന് പ്രതിയായ 17-കാരന്റെ മുത്തച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. നേരത്തെ 17-കാരന്റെ ജാമ്യത്തിനു വേണ്ടി ഇടപെട്ട പ്രതിയുടെ മുത്തച്ഛൻ സുരേന്ദ്രകുമാർ അഗർവാൾ ആണ് അറസ്റ്റിലായിരിക്കുന്നത്. നിയമവിരുദ്ധമായി തടവിൽ വെച്ചുവെന്നും കുറ്റമേൽക്കുന്നതിന് ഭീഷണിപ്പെടുത്തിയെന്നുമുള്ള കുടുംബത്തിലെ ഡ്രൈവറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. അപകട സമയത്ത് കാറോടിച്ചിരുന്നത് ഡ്രൈവറാണെന്ന വിചിത്രവാദവുമായി ആരോപണ വിധേയനായ 17-കാരനും പിതാവും വെള്ളിയാഴ്ച രംഗത്തെത്തിയിരുന്നു. എന്നാൽ അപകടത്തിന് പിന്നാലെ ഡ്രൈവറുടെ മേൽ കുറ്റം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചതായി പൂനെ പോലീസ് വ്യക്തമാക്കി. പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ സംരക്ഷിക്കാൻ കുടുംബം ശ്രമിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. മുത്തച്ഛൻ ഡ്രൈവറെ പൂട്ടിയിട്ട് കുറ്റമേറ്റെടുക്കാൻ നിർബന്ധിച്ചുവെന്നും കുറ്റമേറ്റെടുക്കുന്ന സാഹചര്യത്തിൽ ഡ്രൈവറെ പിന്നീട് മോചിപ്പിക്കാമെന്ന് ഇയാൾ ഉറപ്പു നൽകുകയും ചെയ്തു. പിന്നീട് സുരേന്ദ്രകുമാറും മകനും ചേർന്ന് ഡ്രൈവറുടെ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങി. ഈ മാസം 19 മുതൽ 20 വരെ അന്യായമായി തടവിൽ വെച്ചു. അദ്ദേഹത്തെ പിന്നീട് ഭാര്യയാണ് മോചിപ്പിക്കുന്നത്. ഡ്രൈവറുടെ പരാതിയിൽ പുതിയ കേസ് രജിസ്റ്റർ ചെയ്താണ് പോലീസിന്റെ അന്വേഷണം. നേരത്തെ പിടിയിലായ 17-കാരന്റെ അച്ഛൻ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ജാമ്യം റദ്ദാക്കപ്പെട്ട 17-കാരൻ അടുത്ത മാസം 5 വരെ ജുവനൈൽ ഹോമിൽ തുടരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.